ആരെയൊക്കെയോ സംരക്ഷിക്കാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൊഴുത്തുന്നുവെന്ന് ആക്ഷേപമുയർന്നെങ്കിലും ഇത്ര വലിയ പ്രകമ്പനമുണ്ടാക്കുമെന്ന് പലരും കരുതിയില്ല. റിപ്പോർട്ട് പുറത്തുവന്ന ശേഷവും ഇത് അമ്മയെ ബാധിക്കുന്ന വിഷയമേ അല്ലെന്നായിരുന്നു സംഘടനയുടെ നിലപാട്. എന്നാൽ ആദ്യ ആരോപണം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദിഖിനെ തെറിപ്പിച്ചു. പിന്നാലെ ജോയിന്റ് സെക്രട്ടറി ബാബുരാജിനെതിരെയും ആരോപണവും പോലീസിൽ പരാതിയുമെത്തി. മുൻ ഭാരവാഹികളായ ഇടവേള ബാബു, ജയസൂര്യ, മണിയൻപിള്ള രാജു, MLA കൂടിയായ മുകേഷ് എന്നിവർക്കെതിരെയും പോലീസിൽ പരാതിയെത്തി. ദുരനുഭവങ്ങൾ നേരിട്ട സ്ത്രീകളുടെ തുറന്നുപറച്ചിലിനൊപ്പം ജഗദീഷിന്റെയും പൃഥ്വിരാജിന്റെയും നിലപാടുകൾക്ക് പൊതുസമൂഹം നൽകിയ കയ്യടിയും കൂടിയായതോടെ താരസംഘടനയിൽ ഭാരവാഹികൾ ഒറ്റപ്പെട്ടു. മുതിർന്ന താരങ്ങളും മൗനത്തിലായതോടെ അമ്മ ആർക്കൊപ്പമെന്ന ചോദ്യമാണ് ഉയർന്നത്. റിപ്പോർട്ട് സർക്കാരിന്റെ അലമാരിയിൽ വയ്ക്കാനാണെങ്കിൽ ഹേമ കമ്മിറ്റിയെ എന്തിനു നിയോഗിച്ചെന്ന ചോദ്യത്തിന്റെ മുഴക്കം സംഘടനയ്ക്ക് മാത്രമല്ല സർക്കാരിനും ആഘാതമായി. വർഷങ്ങളായി താരപദവിയിൽ നിൽക്കുന്ന അഭിനേതാക്കൾക്കെതിരെയാണ് ആരോപണവും പരാതിയും എന്നതും ഗൗരവം കൂട്ടി. ലൈംഗിക പീഡനത്തിന് ഇരയായതായി വനിതാ അംഗങ്ങൾ പരാതി നൽകി വർഷങ്ങളായിട്ടും ആരെയൊക്കെയോ സംരക്ഷിക്കാൻ ആ പരാതി കണ്ടില്ലെന്ന് നടിച്ച സംഘടനയുടെ മനസാക്ഷിയും ചോദ്യം ചെയ്യപ്പെട്ടു. അംഗങ്ങൾക്ക് വേണ്ടിയല്ലെങ്കിൽ ആർക്കു വേണ്ടിയാണ് സംഘടന എന്ന ചോദ്യവും ഉയർന്നു. വിമർശനങ്ങൾക്ക് മറുപടി പറയാനോ നിലപാടെടുക്കാനോ ആരുമില്ലെന്ന സാഹചര്യം. ഓരോ ദിവസവും ഉയർന്നുവരുന്ന പുതിയ പരാതികൾ പൊതുസമൂഹത്തിന് മുന്നിൽ അപഹാസ്യമാകുന്നുവെന്ന തിരിച്ചറിവ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ തുടർചലനങ്ങൾ മുമ്പെങ്ങുമില്ലാത്ത സാഹചര്യത്തിലേക്കാണ് അമ്മ സംഘടനയെ കൊണ്ടുചെന്നെത്തിച്ചത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.